പണി കിട്ടുവാണെങ്കിൽ ഇതാ ഇങ്ങനെ വേണം പണി കിട്ടാൻ. നാട്ടിൽ വെക്കേഷൻ ആഘോഷിക്കാൻ പോയ ഞാൻ ആദ്യം പോയത് ഹോസ്പിറ്റലിലാണ്. ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുന്നേ ചെറിയ ചെവിവേദനയും കോൾഡും ഉണ്ടായി. എനിക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഡിഫറൻസ് കാരണം നല്ല വേദന കൂടി. ഏകദേശം കരച്ചിലിൻ്റെ വക്കിൽ വരെ എത്തി ഞാൻ. ഇബുപ്രോഫിനും പാരസിറ്റമോളും ഒക്കെ കുറേ കഴിച്ചെങ്കിലും ആകാശത്ത് നിന്ന് ഭൂമിയിൽ താഴെ എത്തിയപ്പോൾ എൻ്റെ ചെവി കംപ്ലീറ്റ്ലി ഔട്ട്. അങ്ങനെ ഡോക്ടറെ കണ്ടു, ചെക്ക് ചെയ്തു. ഡോക്ടർ പറഞ്ഞു എൻ്റെ ചെവിയിൽ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് മാറാൻ കുറച്ച് ടൈം എടുക്കും. ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ നേരെ പോയി 2 പപ്സും നാരങ്ങളൊക്കെ കുടിച്ചു. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാരങ്ങളും? നമ്മുടെ കൂടെയുള്ള ആളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, അത് കസിൻ ബ്രദറാണ് അബി. അബി നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. ഡാനി വന്ന ഒരു സാധനമുണ്ട്. എന്നാൽ നമുക്ക് ചെറിയൊരു ഊണായാലോ? നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു മെയിൻ ഫോക്കസ് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഒന്ന് സമാധാനമായിട്ട് കഴിക്കട്ടെ. മറ്റേ കട്ടത്തൈരൊക്കെ ഇല്ലേ, അത് വെള്ളമായി. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണുന്നതെല്ലാം നമുക്കൊരു കൗതുകമാണ്. അതിന്റെ പുറകെ കുറേ ക്വസ്റ്റ്യൻസ്. അതിന് വീട് ഇങ്ങനെ വീടുകളാണ്, അതുകൊണ്ട് ബൈ. അങ്ങനെ ഇത്തവണത്തെ നാട്ടിലത്തെ ആദ്യത്തെ മഴ കിട്ടി. കാര്യം കുറേ നേരം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് കസിൻസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. നെയ്തനും ഡാനിയൊക്കെ അവരായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കുറേ നേരം കളിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഇപ്പോഴത്തെ ചെവിയുടെ അവസ്ഥ കാണിച്ചു തരാണ് കേട്ടോ അബി. ഇങ്ങനെ പറയണ കേട്ടിട്ടില്ലേ, തുടക്കം നന്നായില്ലെങ്കിലും ഒടുക്കം നന്നാവണമെന്ന്. ചെവി എനിക്ക് നല്ല പണി തന്നെങ്കിലും ആവേശം സിനിമ കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ചെവിയിൽ എനിക്കിത് കേൾക്കാൻ പറ്റുമെന്നാണ് എനിക്കറിയാത്തത്. എന്നാ ശരി, സിനിമ തുടങ്ങി, നമുക്ക് പിന്നെ കാണാം. ടിൽ വി മീറ്റ് അഗൈൻ. കൊച്ചിക്കാരി സൈനിങ് ഓഫ്. ബൈ ബൈ.